അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റജബ് മാസം നമ്മളിലേക്ക് ഇതാ ആഗതമാവുകയാണ്. റജബ് മാസം ഒന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സുപ്രധാനപ്പെട്ട അമലുകൾ, ഒരുപാട് അമലുകളുണ്ട്. എല്ലാം ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ഈ വീഡിയോയിൽ പറയപ്പെടുന്ന ഹ്രസ്വമായ കാര്യങ്ങൾ നമ്മൾ ആ രാത്രിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതുമതി നമ്മുടെ ജീവിതം വിജയിക്കാൻ. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് പ്രഥമ രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വിശദമായി നമുക്ക് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ചർവണം നടത്തുന്ന പണ്ഡിതന്മാർ പറയുന്നു, റജബ് ആദ്യത്തെ രാത്രി, പ്രഥമ രാത്രി ഒരു മനുഷ്യൻ ഹയാത്താക്കി കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന 5 പ്രതിഫലങ്ങളുണ്ട്. വിശദമായി വീഡിയോയിലൂടെ കേൾക്കാം. റജബ് 1 എന്നാണെന്നറിഞ്ഞാൽ ആ രാത്രിയിൽ ചെയ്യേണ്ട, അറിയേണ്ട, മനസ്സിലാക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട, പറയേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവസാനം വരെ കേൾക്കുക. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മളിതാ പ്രവേശിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. റജബ് നമ്മുടെ വീടിൻ്റെ, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ പള്ളികളുടെ, നമ്മുടെ ശരീരത്തിൻ്റെ പടിവാതിക്കൽ നിൽക്കുകയാണ്. ഇന്ന് അസ്തമിച്ച് ഇന്ന് മഗ്രിബോട് കൂടി നിലാവ് കണ്ടു കഴിഞ്ഞാൽ, പിറ കണ്ടാൽ നാളെ റജബ് 1 ആയിരിക്കും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുകളും വിളിച്ചു ചോദിക്കുന്നുണ്ട്, അല്ലാതെ നേരിട്ട് കണ്ട് ചോദിക്കുന്നുണ്ട്, എന്നാണ് റജബ് 1 എന്ന്. നമുക്ക് എന്നാണ് റജബ് 1 എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇന്ന് മഗ്രിബോട് കൂടി നമുക്ക് പറയാൻ പറ്റും. ഇന്ന് മഗ്രിബോടുകൂടി തന്നെ നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ നാളെ 1 ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണെങ്കിലും ആ റജബ് മാസത്തിലേക്ക് എത്താൻ, ആ റജബിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത് റജബ് 1 ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ ഇന്നത്തെ രാത്രിയാവാം, അല്ലെങ്കിൽ നാളത്തെ രാത്രിയാവാം. റജബ് 1 ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസൽമാൻ ചെയ്യേണ്ട, അറിയേണ്ട, പറയേണ്ട, അവൻ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി തന്നെ പറയട്ടെ, നിലാവ് കണ്ടു, നമ്മളത് ഒരുപക്ഷെ നേരിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ചു പറഞ്ഞോ, അല്ലെങ്കിൽ നമ്മൾ വാർത്താ മാധ്യമ ചാനലിലൂടെ കണ്ടോ ഒക്കെയായി നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ റജബ് 1 ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ, ആ വാർത്ത കേട്ട ഉടൻ തന്നെ ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം പറയേണ്ട വാക്ക് എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ള ഒരു ദുആയാണ്. ഈ ദുആ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റജബ് മാസം നമുക്ക് അനുകൂലമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതായത് റജബ് 1 ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ രാത്രി, ഉദാഹരണത്തിന് ഇന്ന് മഗ്രിബോട് കൂടി എവിടെയെങ്കിലും നിലാവ് കണ്ടു, അപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ രാത്രി ഈ പറയുന്ന ദുആ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദുആ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ 2023 റജബ് മാസം നമുക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു മനുഷ്യന് ഈ ദുആ ചൊല്ലാൻ പറ്റാതെ പോകുന്നോ അവനൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഓരോ കാര്യത്തിൻ്റെയും ആദ്യം നന്നാവലും അവസാനം നന്നാവലും ആ കാര്യം സ്വീകരിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും സഹോദരിമാരോടും സഹോദരങ്ങളോടും പറയാനുള്ളത്, ഇന്ന് റജബ് 1 ആണെന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ റജബ് 1 ആണെന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ? പഠിച്ചു വെച്ചോ. അല്ലാഹു അക്ബർ. ആദ്യം തന്നെ റജബ് 1 ആണെന്ന് പിറ കണ്ടു എന്ന് നമുക്ക് വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പറയേണ്ട വാക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. അത് കഴിഞ്ഞ് ഈ ഹദീസിൽ വന്നിട്ടുള്ള ഈ ദുആ, ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഒന്നുകൂടി പറയാം. ആദ്യം പറയേണ്ടത് അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്.
വളരെ ശ്രേഷ്ഠമുള്ള ദുആയാണ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ, നീയാണ് വലിയവൻ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി. റഹ്മാനെ, ഞങ്ങളിലേക്ക് വന്നിട്ടുള്ള ഈ മാസം, അല്ലെങ്കിൽ ഞങ്ങളിലേക്ക് ഉദിച്ചു വന്നിട്ടുള്ള ഈ ചന്ദ്രൻ, ആ ചന്ദ്രന്റെ പിറ ഞങ്ങൾക്ക് എന്താക്കി മാറ്റണം? ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീനിൽ, ഞങ്ങളുടെ ദുന്യാവിൽ, ഞങ്ങളുടെ ആഖിറത്തിൽ ഈ ഒരു മാസം ഞങ്ങൾക്ക് നിർഭയത്വമുള്ളതാക്കണം, രക്ഷയുടെ മാസമാക്കണം, സമാധാനത്തിൻ്റെ മാസമാക്കണം, അല്ലെങ്കിൽ രക്ഷയുടെ സമാധാനത്തിൻ്റെ പിറയാക്കി മാറ്റണം, ഐശ്വര്യത്തിൻ്റെ പിറയാക്കി മാറ്റണം. മാത്രമല്ല അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ റബ്ബ്, ഈ കാണുന്ന ചന്ദ്രൻ, ഈ കാണുന്ന ഹിലാൽ, ആ ഹിലാലിൻ്റെ റബ്ബും റഹ്മാനെ നീയാണ് എന്നാണ് ഈ ദുആഇന്റെ മൊത്തത്തിലെ അർത്ഥം. ഏകദേശം മൊത്തത്തിലെ അർത്ഥമാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി ദുആ നമുക്ക് പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. അപ്പോൾ ഈ ദുആ എല്ലാവരും പഠിച്ചു വെക്കുക. ഇനി ഇന്ന് മഗ്‌രിബോട് കൂടി പിറ കാണുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കണ്ട് ഈ പറയപ്പെട്ടിട്ടുള്ള ദുആ നിങ്ങൾ ഓരോരുത്തരും നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല പരിശുദ്ധമായ ഈ റജബ് മാസം, ശേഷം വരുന്ന ശഅബാൻ, അത് കഴിഞ്ഞ് വരുന്ന റമളാൻ, ഈ 3 മാസവും അത് കഴിഞ്ഞുള്ള ഏതൊക്കെ മാസങ്ങൾ നമ്മൾ ജീവിക്കുന്നു എല്ലാ മാസവും അല്ലാഹു നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി തരുമാറാവട്ടെ. എല്ലാ മാസത്തിലുമുള്ള പ്രതിഫലങ്ങൾ വാരിക്കോരി നമുക്ക് കരസ്ഥമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മൾ നിലാവ് കണ്ടു എന്ന് വിചാരിക്കുക. ഇനി അങ്ങനെ കണ്ടാൽ, അതായത് റജബ് 1 അറിഞ്ഞ ആ രാത്രി, റജബ് 1 അറിഞ്ഞ ആ രാത്രിയിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളിൽ കാണാം, ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള ദിവസമാണ്, ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള സമയമാണ് രാത്രിയാണ്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ദുആ ചെയ്താലും, എന്ത് ഖൈറായ കാര്യം ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. ഇജാബത്തിൻ്റെ രാത്രിയാണ്, ഇജാബത്ത്, ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണ്. എന്ത് നമ്മൾ ദുആ ചെയ്താലും, ഹലാലായ എന്ത് മുറാദ് ചോദിച്ചാലും അല്ലാഹു നൽകും. ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കണം. മാത്രമല്ല ഒരുപാട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നമുക്കറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ദുആയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ള, സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള ദുആയാണ്. ഏത് ദുആ? റജബ് മാസം പിറന്നാൽ അള്ളാന്റെ ഹബീബ് ദുആ ചെയ്യുമായിരുന്നു. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ ദുആ ചെയ്യും. ഏതാണ് ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ ഒരു ദുആ കേൾക്കുമ്പോൾ തന്നെ ഒരു റമളാനിൽ എത്തിയ പ്രതീതിയാവണം. ആ ഒരു പ്രതീതിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഉസ്താദുമാർ പള്ളിയിലൊക്കെ ദുആ ചെയ്യുമ്പോൾ നല്ല രസത്തിൽ അതിങ്ങനെ കേൾക്കുമ്പോൾ ആമീൻ ആമീൻ എന്ന് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ആ ഒരു രൂപത്തിൽ പുരുഷന്മാര്, ഉപ്പമാര് അവരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദുമാരുടെ പുറകിൽ വെച്ച് ഈ ദുആ കേട്ട് അവർ ആമീൻ പറയും. എൻ്റെ ഉമ്മമാര്, സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദുആ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ പഠിച്ചു വെക്കുക. നിങ്ങളുടെ എല്ലാ ഫറളും സുന്നത്തുമായ നമസ്കാരത്തിന് ശേഷം ഈ ദുആ എന്തായാലും പറയണം. ഏതാണ് ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നാണ്. അതാണ് ഹദീസിൽ വന്നിട്ടുള്ള ദുആ. പക്ഷേ പല ആളുകളും മറ്റു രൂപത്തിലൊക്കെ ദുആ ചെയ്യാറുണ്ട്. അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ എന്നൊക്കെ എക്സ്ട്രാ ചേർത്ത് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ദുആ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹദീസിൽ വന്നിട്ടുള്ള ദുആ ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അപ്പോൾ ഈ ദുആ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക. ഇന്നത്തെ രാത്രിയിൽ റജബ് 1 അറിഞ്ഞാൽ, അല്ലെങ്കിൽ റജബ് 1 എന്നാണോ അറിയുന്നത് അന്നത്തെ രാത്രി ഒരുപാട് വട്ടം ഈ ദുആ പറയുക, ഒരുപാട് വട്ടം പറയുക. മാത്രമല്ല റബ്ബനാ ആത്തിനാ ഫിദ്ദുന്യാ ഹസനതൻ
വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുആ വർദ്ധിപ്പിക്കുക. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ ദുആ നമ്മൾ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കുക. മാത്രമല്ല മലയാളത്തിൽ നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹുവേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ മക്കളുടെ കാര്യം, ഭാര്യയുടെ കാര്യം, മാതാപിതാക്കളുടെ കാര്യം, കച്ചവടത്തിന്റെ കാര്യം, ബിസിനസിന്റെ കാര്യം, തൊഴിലിന്റെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, വീടിന്റെ കാര്യം, വാഹനത്തിന്റെ കാര്യം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരുണ്ടല്ലോ. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതൊക്കെ മനസ്സ് തുറന്ന് പുരുഷന്മാര് പള്ളിയിലെങ്കിൽ പള്ളി, അല്ലെങ്കിൽ വീട്ടില് പ്രത്യേകിച്ച് ഉമ്മമാര് അവരുടെ നിസ്കാര പായിൽ ഇരുന്നിട്ട് ആ ദുആകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. മലയാളത്തിൽ ഇങ്ങനെ ദുആ ചെയ്യുക. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറാൻ വലിയ അവസരമാണ് ഈ ആദ്യത്തെ രാത്രിയിൽ. അതുകൊണ്ട് ആരും പാഴാക്കി കളയരുത്. മാത്രമല്ല ഈ ഒരു രാത്രിക്ക്, ഈ പ്രഥമ രാത്രിക്ക് നമ്മളൊരു പ്രത്യേക പരിഗണന കൊടുക്കണം. പ്രത്യേക പരിഗണന ഹയാത്താക്കണമെന്നാണ് ഉലമാക്കൾ പറയും. ഇപ്പോൾ അതായത് ഉറക്കമൊഴിച്ച് മൊത്തം ഇരുന്ന് ഖുർആൻ ഓതണം, മൊത്തം നിസ്കരിക്കണം, അങ്ങനെയൊന്നും ഒരുപക്ഷെ ഉദ്ദേശിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ രാത്രികളിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ കുറച്ചുകൂടി അല്പം കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. സാധാരണ നമ്മൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും. ഇശാക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാറില്ല, വിത്ർ നിസ്കരിക്കാറില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇശാക്ക് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, അത് കഴിഞ്ഞ് 3 റക്അത്ത് വിത്രോ 3 അതല്ലെങ്കിൽ 5 7 11 ഒക്കെ ആയിട്ട് വിത്ർ നിസ്കരിക്കുക. ഇനി സ്വലാത്തുകൾ ചൊല്ലാറുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ 11 സ്വലാത്ത് ആണെങ്കിൽ കുറച്ച് 33 സ്വലാത്ത് ചൊല്ലുക, ദിക്റുകൾ ചൊല്ലുക, ദുആ ഒരുപാട് ചെയ്യുക, സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുക, സ്വതക്കുകൾ അന്നത്തെ രാത്രി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, പള്ളിയിൽ കയറുമ്പോൾ ഇഅ്തികാഫിന്റെ നിയത്ത് വെക്കുക, പരിശുദ്ധമായ ഖുർആനിൽ ഏതെങ്കിലും ഒരു സൂറത്ത് പ്രത്യേകമായി എക്സ്ട്രാ നമ്മൾ ഓതുക. അതൊക്കെ എന്താണ്? ഹയാത്താക്കലിൽ പെടുകയാണ്. അപ്പോൾ മാത്രമല്ല, ഇങ്ങനെ ഹയാത്താക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന 5 പ്രതിഫലങ്ങളുണ്ട്. ഒന്ന്, അവന്റെ ഖൽബ് അള്ളാഹു എപ്പോഴും ജീവിപ്പിക്കുമെന്നാണ്. ഖൽബ് മരിച്ചു പോവില്ല, ഹൃദയം മരിക്കില്ല. ഹൃദയം മരിക്കുമ്പോഴാണ് പാപങ്ങൾ ചെയ്യുന്നതെന്നാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. 2, അള്ളാഹുവിന്റെ കരുണ കിട്ടും. 3, പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. 4, നമ്മുടെ ജീവിത വിഭവത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും. 5, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കും. അപ്പോൾ ഈ 5 പ്രതിഫലങ്ങൾ കിട്ടും ഈ റജബ് മാസത്തിലെ ആദ്യത്തെ രാത്രി ഹയാത്താക്കുന്ന ആളുകൾക്ക്. ഹയാത്താക്കൽ എങ്ങനെയാണ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ ഈ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചിരിക്കാം, ഖുർആൻ ഓതുകയോ അല്ലെങ്കിൽ നിസ്കരിക്കുകയോ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് എക്സ്ട്രാ കൂട്ടി ചെയ്യുക. മാത്രമല്ല പുരുഷന്മാരും സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇശാഇന്റെ ജമാഅത്ത്, സുബഹിയുടെ ജമാഅത്ത് ഒരിക്കലും കളയാതെ അത് പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുക. പുരുഷന്മാര് വീട്ടിലാണെങ്കിൽ ഉമ്മമാര്, നമ്മുടെ മരുമക്കൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഉണ്ടാകും, എല്ലാവരോടൊപ്പം ഒന്നിച്ച് ജമാഅത്തായിട്ട് നമസ്കരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ രാത്രിയിൽ സൂറത്തുൽ ഇഖ്ലാസ് പരമാവധി വർദ്ധിപ്പിക്കുക. സൂറത്തുൽ ഇഖ്ലാസ് ഒരു 10 വട്ടം അല്ലെങ്കിൽ 11 വട്ടമെങ്കിലും നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ഒരു 1 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റോ മതി. 1.5 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. ഒരു 10 പ്രാവശ്യമോ 11 പ്രാവശ്യമോ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, നമുക്ക് എപ്പോഴും നമ്മുടെ വായിൽ വരുന്ന സൂറത്താണ്. അപ്പോൾ ഈ സൂറത്ത് ഒരു 10 പ്രാവശ്യമെങ്കിൽ, അല്ലെങ്കിൽ 11, ഇനി അതിനേക്കാൾ ഒരുപാട് 101 പ്രാവശ്യം അല്ലെങ്കിൽ 400 പ്രാവശ്യം, എത്രയാണോ നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് ആ സൂറത്ത് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഇന്നത്തെ പ്രഥമ രാത്രിയിൽ ഓതിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നത്തെ രാത്രി, അതായത് ഈ റജബ് 1 അറിഞ്ഞ രാത്രി സൂറത്തുൽ വാഖിഅ ഓതുക, സൂറത്തുൽ മുൽക്ക് ഓതുക. അത് ഈ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നത്തെ രാത്രി, അതായത് റജബ് 1 രാത്രിയിൽ സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ മുൽക്കും ഒരു മനുഷ്യൻ ഓതാൻ സാധിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ആ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നതാണെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല റജബ് 1 സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റുന്നവർക്ക്, റജബ് 1 നോമ്പ് പിടിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലങ്ങൾ അല്ലാഹു തആല വാരിക്കോരി നൽകുമെന്നാണ്. ഒരുപക്ഷെ റജബ് 1 ചിലപ്പോൾ നമ്മൾ തിങ്കളാഴ്ചയാവാം അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാവാം, എന്തെങ്കിലും നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ കല്യാണത്തിന്റെ റിസപ്ഷനോ അല്ലെങ്കിൽ പേരുകയറി താമസം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതിനെ അന്ന് നോമ്പ് പിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിടിക്കാൻ പറ്റുന്നവർ
പറ്റുന്നവർക്ക് പിടിക്കാം. നമ്മുടെ സൗകര്യം, നമ്മുടെ സാഹചര്യം നോക്കിയിട്ട് റജബ് 1 നോമ്പ് പിടിച്ചാൽ വലിയ പ്രതിഫലമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലും നമുക്ക് നോമ്പ് പിടിക്കാവുന്നതാണ്. വലിയ പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത്. ഇപ്രാവശ്യത്തെ 2023 റജബ് മാസത്തിന്റെ പ്രത്യേകത ഇന്ന്, അതായത് ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് അസ്തമിച്ച് നമുക്ക് നിലാവ് കണ്ടു കഴിഞ്ഞാൽ, ഇന്ന് പിറ കണ്ടു കഴിഞ്ഞാൽ നാളെ തിങ്കളാഴ്ച റജബ് 1 ആയിരിക്കും. അപ്പോൾ തിങ്കളാഴ്ച റജബ് 1 ആണെങ്കിൽ, അതായത് നാളെ റജബ് 1 ആണെങ്കിൽ നമുക്ക് 3 നോമ്പിന്റെ പ്രതിഫലം കിട്ടും. എങ്ങനെ? നാളെ നോമ്പ് പിടിച്ചാൽ 3 നോമ്പിന്റെ പ്രതിഫലം. ഒന്നാമത്തെ നിയ്യത്ത് തിങ്കളാഴ്ചത്തെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു, അതൊന്നാമത്തെ നിയ്യത്ത്. രണ്ടാമത്തെ നിയ്യത്തോ റജബ് മാസത്തിലെ ഒരു സുന്നത്ത് നോമ്പ് ഞാൻ പിടിക്കുന്നു, അങ്ങനെ നിയ്യത്ത് വെക്കാം. മൂന്നാമത്തേത് റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടാകും. ഉമ്മമാർക്കൊക്കെ ഏതായാലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഞാൻ ഖളാ വീട്ടുന്നു. അല്ലെങ്കിൽ ഉപ്പമാരാണെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂതകാലത്ത്, ഇപ്പം നമുക്ക് തിരിച്ചറിവിൻ്റെ പ്രായമൊക്കെ ആയിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പല അബദ്ധങ്ങളും കൊണ്ട് നമ്മുടെ നോമ്പൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാമല്ലോ. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ റമദാനിലെ ഒരു നോമ്പ് കൂടി ഞാൻ വീട്ടുന്നു. അങ്ങനെ 3 നിയ്യത്ത് വെച്ചാൽ 3 നോമ്പിൻ്റെയും പ്രതിഫലം കിട്ടുന്നതാണ്. ഇനി ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് നിലാവ് കണ്ടില്ല. അപ്പോൾ നാളെ തിങ്കളാഴ്ച ജമാദുൽ ആഖിർ 30 ആണ്. ജമാദുൽ ആഖിർ 30 തിങ്കളാഴ്ച. പിന്നെ ചൊവ്വാഴ്ച ഏതായാലും റജബ് 1 ആയിരിക്കും. ചൊവ്വാഴ്ചയാണ് റജബ് 1 എങ്കിൽ ഒന്നാമത്തെ ഒരു നിയ്യത്ത്, നോമ്പ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ നിയ്യത്ത് റജബ് മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു, അത് ഒന്നാമത്തെ നിയ്യത്ത്. രണ്ടാമത്തെ നിയ്യത്ത് റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ്, ഇതിൻ്റെ കൂടെ ഞാൻ ഖളാ വീട്ടുന്നു എന്ന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറയാവുന്നതാണ്. കാരണം നമ്മുടെ ഭൂതകാലത്ത്, മുൻകഴിഞ്ഞു പോയ കാലത്ത് ഏതായാലും ഒരു നോമ്പൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അപ്പോൾ അത് എന്തായി എക്സ്ട്രാ നമ്മൾ ഖളാ വീട്ടുകയാണ്. അപ്പോൾ 2 നിയ്യത്ത് ചൊവ്വാഴ്ചയാണെങ്കിൽ വെക്കാം, തിങ്കളാഴ്ചയാണെങ്കിൽ 3 നിയ്യത്ത് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പ് വലിയ പ്രതിഫലമാണ് നോമ്പ് പിടിച്ചാൽ കിട്ടുന്നത്. ഒരു റജബ് മാസത്തിലെ ഒരു നോമ്പ് പിടിച്ചിരുന്നെങ്കിൽ നബിതങ്ങൾ ഒരു ഖബറിൻ്റെ ചാരത്തുകൂടി നടന്നു പോകുമ്പോൾ ഒരു ഖബറിൽ ഒരു ചെറുപ്പക്കാരൻ ശിക്ഷിക്കപ്പെടുകയാണ്. ആ ശിക്ഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ പലത് പറയുന്നുണ്ട്. ഒന്ന്, അയാൾ ഗീബത്ത് പറയുന്ന ആളായിരുന്നു. മറ്റൊന്ന്, അയാൾ മൂത്രമൊഴിച്ചാൽ കൃത്യമായി ശുദ്ധിയാക്കാത്ത ആളായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തുമാവട്ടെ, ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹിൻ്റെ ഹബീബ് കൂടെയുള്ള സ്വഹാബിമാരോട് പറഞ്ഞു, ഈ മനുഷ്യൻ റജബ് മാസത്തിൽ നിന്നും ഏതെങ്കിലും ഒരു സുന്നത്ത് നോമ്പ് പിടിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ അവനിക്ക് വരില്ലായിരുന്നു. കാരണം റജബ് മാസത്തിലെ ഒരു സുന്നത്തായ നോമ്പ് ഖബറിൻ്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്തുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ പ്രതിഫലമൊക്കെ നമുക്ക് കരസ്ഥമാക്കണം. അതിനു വേണ്ടി നമ്മൾ ഇന്ന് തൊട്ടേ തയ്യാറാവുക. മാനസികമായും ശാരീരികമായും അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ നമ്മൾ പ്രത്യേകം മനസ്സിൽ വെക്കുക. ചിലപ്പോൾ നമുക്ക് അറിയാമായിരിക്കും, പലപ്പോഴും അത് മറന്നുപോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ, അതായത് നോമ്പ് തുറക്കാൻ ഒരു 5 മിനിറ്റ് മുമ്പ്, അതായത് മഗ്രിബ് ബാങ്ക് വിളിക്കുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നല്ല നിയ്യത്തോടു കൂടി ഇരുന്ന് കുറച്ച് തസ്ബീഹുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. ഇനി ബാങ്ക് വിളിക്കുന്ന സമയമാകുമ്പോൾ, അല്ലെങ്കിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ബാങ്കിന് മുമ്പോ തന്നെ നമ്മൾ 2 ദുആയുണ്ട്, രണ്ടും നമുക്ക് പറയാം. രണ്ടും ശ്രേഷ്ഠമുള്ള ദുആയാണ്. ഒന്ന്, അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു. അത് പറയേണ്ടത് നോമ്പ് തുറന്ന് കഴിഞ്ഞാണെന്ന് ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ദുആയാണ്, ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ദാഹം പോയി, നാടി നരമ്പുകൾ നനഞ്ഞു, നീ തന്നിട്ടുള്ള വെള്ളം കൊണ്ട്, കാരക്ക കൊണ്ട്, നീ തന്നിട്ടുള്ള ഭക്ഷണം കൊണ്ട് ഞാൻ എൻ്റെ നോമ്പ് തുറന്നു. ആ ഒരു അർത്ഥം വരുന്ന ആ ഒരു ദിക്ർ. അപ്പോൾ ആ ഒരു ദിക്ർ നോമ്പ് തുറക്കുന്ന സമയത്ത് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ്. അപ്പോൾ ഈ റജബ് മുതലേ നമ്മൾ പരിശീലിക്കുക. എന്തിന്? റമളാനിൻ്റെ ആ ഫർളായ നോമ്പൊക്കെ നല്ല രൂപത്തിൽ പിടിക്കുവാനും നോമ്പ് തുറക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാനും ഇപ്പോഴേ നമ്മൾ പരിശീലിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവിധത്തിലുള്ള ഖൈറുകളിലും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നമ്മളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരം വീഡിയോകൾ നമ്മൾ കേൾക്കുകയും ഇതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ, എത്തിച്ചു കൊടുത്താൽ, നമ്മുടെ ഫാമിലി ഗ്രൂപ്പ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കൊക്കെ എത്തിച്ചു കൊടുത്താൽ അവരും ഇത് കാണട്ടെ, അവരും ഇത് കേൾക്കട്ടെ, അവരും ഇത് പഠിക്കട്ടെ, അവരും ഇത് പ്രാവർത്തികമാക്കട്ടെ. അതിൻ്റെയൊക്കെ വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക്
ദുനിയാവിലും ആഖിറത്തിലും നൽകും. ആ ഗണത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷ വാർത്തകൾ നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കുന്നവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവരുമുണ്ട്. അള്ളാഹു താല നമ്മുടെ അനുഗ്രഹങ്ങൾ നിലനിർത്തി തരുകയും നമുക്ക് എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ മാറ്റി എല്ലാവിധ ഖൈറുകളും ജീവിതത്തിൽ നൽകുമാറാവട്ടെ. ഈ ദുനിയാവിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, അള്ളാഹു നമ്മളിൽ നിന്നും എല്ലാം അതൊക്കെ മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ മാറ്റിത്തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ.